നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വർഗീയ മാഫിയ സംഘത്തിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കണമെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം ബിനോയ് വിശ്വം. ജില്ലാ രൂപീകരണ ദിനത്തിന്റെ വാർഷിക ദിനത്തിൽ CPI കാസർഗോഡ് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വികസന മുരടിപ്പിന്റെ 33 വർഷം പിന്നിട്ട് കാസർഗോഡ് ജില്ല രൂപീകൃതമായിട്ട് 33 വർഷം പൂർത്തിയായിട്ടും അധികൃതരുടെ അവഗണന തുടരുന്നു. വികസനം കൊതിച്ച് തുളുനാടിന്റെ കാത്തിരിപ്പ്. മഞ്ചേശ്വരത്തെ 2 മാസം പ്രായമായ കുഞ്ഞിനെ പെട്രോൾ ഒഴിച്ചു കൊല്ലാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് പിടികൂടി. മഞ്ചേശ്വരം മുദ്യാവരയിലെ ഗലിയിലാണ് പിടിയിലായത്. ജില്ലയിലെ മുഴുവൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും സർക്കാർ ആനുകൂല്യം നൽകണമെന്ന് DAPC. ദുരിതബാധിതരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് DAPCയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സത്യാഗ്രഹ സമരം. പ്രശസ്ത സാഹിത്യകാരനും ചലച്ചിത്ര സംവിധായകനുമായ പത്മരാജന്റെ സ്മരണയ്ക്കായി കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ഫോട്ടോ പ്രദർശനം. ആസ്വാദകർക്ക് നവ്യാനുഭവം പകർന്ന് പ്രദർശനത്തിൽ പത്മരാജന്റെ വേറിട്ട സൃഷ്ടികളും ചലച്ചിത്ര വിവരണവും. വിശദമായ വാർത്തകളിലേക്ക്. വർഗീയ മാഫിയ സംഘത്തിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കണമെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം ബിനോയ് വിശ്വം. ജില്ലാ രൂപീകരണത്തിന്റെ വാർഷിക ദിനത്തിൽ CPI കാസർഗോഡ് സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികളുടെയും മാഫിയകളുടെയും കടന്നാക്രമണങ്ങൾക്കെതിരെയും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിനും പുരോഗതിക്കും വേണ്ടി CPIയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ രൂപീകരണ വാർഷിക ദിനത്തോടനുബന്ധിച്ച് വിദ്യാനഗർ BC റോഡ് ജംഗ്ഷനിൽ നടന്ന സദസ്സ് CPI ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. സഹജീവിയെ ഒരു സംഘടനത്തിലല്ല, ബോധപൂർവം വന്ന് പിടിച്ച് ഉസായനാക്കി മാറ്റി കീഴ്പ്പെടുത്തി ആയുധങ്ങൾ കൊണ്ട് കഴുത്തിന്റെ അടുത്തുകൊണ്ടതിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാം അമ്പരപ്പുണ്ടായി പോകുന്നു. എങ്ങനെ അത് പറ്റും? നാം അതിനെ വിളിക്കാൻ ആദ്യം കണ്ടുപിടിക്കുന്ന പേര് ഒരു പക്ഷേ മൃഗീയത എന്നായിരിക്കും. പക്ഷേ മൃഗങ്ങൾ അത് ചെയ്യാൻ വഴിയില്ല. അതുകൊണ്ട് മനുഷ്യനെയും മൃഗങ്ങളെയും ഒന്നുമല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഈ മാഫിയ വളർച്ചയ്ക്ക്, മാഫിയ വൽക്കരണത്തിന് പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ, അതിന്റെ പിറകിലെ രാഷ്ട്രീയത്തെ, അതിന്റെ പിന്നിലെ ധനശാസ്ത്രത്തെ, അതിന്റെ പിറകിലെ കമ്പോള വാഴ്ചയെ, അതിന്റെ എല്ലാം പിറകിലെ പണക്കോയ്മയെ, അതിന്റെ എല്ലാം പിറകിലെ സാമ്പത്തിക ഘടനകളെ, അതിന്റെ എല്ലാം പിറകിലെ ഏറ്റവും മൃഗീയമായ ലാഭാർത്ഥിയെ, അതിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത്. അവരാണ് ഈ ജില്ലയെ ഇതുപോലെ ഇരുണ്ട ഒന്നാക്കി മാറ്റുന്നത്. ദി ഹിന്ദു കേരള ചീഫ് ബ്യൂറോ C ഗൗരിദാസൻ നായർ മുഖ്യാതിഥിയായിരുന്നു. KV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BV രാജൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, KS കുര്യാക്കോസ്, M അസിനാർ, V രാജൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. 33 വർഷം പിന്നിട്ട് കാസർഗോഡ് ജില്ല. പടവുകൾ പിറകോട്ടിറങ്ങി കാസർഗോഡ് ജില്ല അതിൻ്റെ പിറന്നാൾ ആചരിച്ചു. പദ്ധതികൾക്ക് പകരം വാഗ്ദാനങ്ങൾ കൊണ്ട് തൃപ്തിയടയുന്ന ഒരു ജനത കുറ്റകരമായ മൗനം കൊണ്ട് സാധിച്ചെടുത്ത അവഗണനയുടെ നേർക്കാഴ്ചകൾ നിരവധിയാണ്. കണ്ണുപൊത്തി കളിക്കുന്നവരുടെ മുൻപിൽ തുറന്നു കാട്ടുന്നത് വിഫലമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വട്ടം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ അവഗണന അപമാനം കൂടിയാണ്. 1984 മെയ് 24 കണ്ണൂർ ജില്ലയിൽ നിന്നും കർണാടകയിലെ ദക്ഷിണ കാനറ ജില്ലയിൽ നിന്നും അടർത്തിയെടുത്ത ഭൂപ്രദേശം കാസർഗോഡ് ജില്ലയായി മാറി. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് വികസനം കൊതിച്ചു നിന്ന ഈ സപ്തഭാഷാ സംഗമ ഭൂമിക്ക് 33 വയസ്സ് തികയുന്നു. ഈ കാലഘട്ടത്തിൽ കാസർഗോഡ് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നത് ചർച്ച ചെയ്യണം. പണിഷ്മെന്റ് ട്രാൻസ്ഫറിനുള്ള ജില്ല എന്ന മാറി മാറി വന്ന ഭരണകൂടത്തിന്റെ നിലപാടാണ് വികസന വഴിയിൽ ജില്ലയെ പിന്നോക്കം തള്ളിയതെന്ന് മുതിർന്ന പത്രപ്രവർത്തകൻ റഹ്മാൻ തായലങ്ങാടി പ്രതികരിച്ചു. എനിക്ക് തോന്നുന്ന കാസർഗോഡിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും, കാസർഗോഡ് ജില്ലയെ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ ഈ ഉത്തരഭാഗത്ത് പിന്നെ വേറെ തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് ഭാഗങ്ങളെ വേറെ തന്നെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ കാണുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഏതെങ്കിലും ജില്ലയിൽ, ഏതെങ്കിലും നഗരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ അഴിമതി കാണിച്ചാൽ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കിയാൽ അയാൾ വളരെ കൊള്ളരുതാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത് കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. കാസർഗോഡ് ഇങ്ങനെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട, ഒരു വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഇടേണ്ട ഒരു ജില്ലയാണ് എന്നുള്ള ധാരണ
നേരത്തെ തന്നെ സർക്കാരിൻ്റെ മനസ്സിലുണ്ടാവണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ കാസർഗോഡ് എന്ന് പറയുന്ന ഈ ജില്ലയുടെ ആസ്ഥാനം ഇപ്പോൾ പറഞ്ഞു പോയാൽ നൂറുകണക്കിന് കാര്യങ്ങൾ പറയേണ്ടി വരും. പിന്നെ ജില്ലാ ആസ്ഥാനത്ത് ദീർഘദൂര വണ്ടികൾ നിൽക്കാത്ത ഒരു ജില്ലാ ആസ്ഥാനം എന്ന് പറയുന്ന കാസർഗോഡിൻ്റെ മാത്രം പ്രത്യേകതയുള്ള ഒന്നാണ്. ഇവിടെ ഒരു പ്ലാനിങ്ങിൻ്റെ വലിയ തകരാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്ലാനിങ് മാറ്റിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാസർഗോഡിന് പിന്നെ UDF-ൻ്റെ വരുന്ന MLA-മാരുണ്ടല്ലോ, MLA-മാർ വളരെ നല്ല MLA-മാരും നല്ല സാത്വികരായ പാവങ്ങളായ MLA-മാരായിപ്പോയി എന്നുള്ള ഒരു കുഴപ്പമുണ്ട്. അതാണ് ഈ ഉപ്പുവെള്ളം 35 കൊല്ലമായിട്ട് കുടിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു നാട്ടിലാണ് 4-5 കൊല്ലം ഇങ്ങനെ ഒരു ജനത ഇങ്ങനെ ഉപ്പുവെള്ളം കുടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, തിരുവനന്തപുരത്ത് അസംബ്ലിയിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നും. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, അത് നന്നാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയാവുന്ന കേസ് മാത്രമേ ഉള്ളൂ അത്. പക്ഷേ അത് അടുത്ത കൊല്ലം പരിഹരിക്കും, നല്ല വെള്ളം വരും എന്ന് പറഞ്ഞേക്കരുത് നിങ്ങൾ. അത് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യലാണ്, കളിയാക്കലാണ്. ദയവ് ചെയ്തിട്ട് കളിയാക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കളിയാക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ, അത് വല്ലാത്തൊരു സംഭവമാണ്. പിന്നെ വെള്ളം വേണ്ട നമുക്ക്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയോ ജനങ്ങൾ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുഴൽ കിണറുകളുള്ള പിന്നെ ഒരു നാടായിട്ട് കാസർഗോഡ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പിന്നെ വെള്ളം കിട്ടിയില്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? കുറ്റം പറയാൻ കഴിയില്ല. ഇതിൻ്റെ സന്തുലിതാവസ്ഥ തന്നെ, ഭൂമിയുടെ സന്തുലിതാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. കിണറുകളിൽ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആകെ ഇനി കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാലും ഈ കുഴൽ കിണറൊന്നും ആരും പോയിട്ട് മൂടാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഇവരുണ്ടാക്കി വെച്ച കുറേ ഏർപ്പാടുകളാണ്. കാസർഗോഡ് വേണ്ട, അതങ്ങനെ മതി എന്നുള്ളതാണ്. ഇത് സഹിക്കാൻ വേണ്ടി ഈ ഉത്തര കേരളത്തിലെ ജനങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിധി നേരിട്ട് ഏറ്റുവാങ്ങിക്കുകയല്ലാതെ അവർക്ക് വേറെന്തും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാനത്തെ മറ്റു ജില്ലകൾ വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോഴും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള ഇടം മാത്രമായി ജില്ലയെ ഒതുക്കിയത് ആരാണ്? കേന്ദ്ര സർവകലാശാല, സീതാങ്കോളിയിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ഫാക്ടറി, കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ, ജില്ലാ കോടതി സമുച്ചയം, കാണിയൂർ റെയിൽപാത സർവേ തുടങ്ങി ചുരുക്കം ചില നേട്ടങ്ങളാണ് ജില്ലയുടെ ആശ്വാസം. ടൂറിസം മേഖലയിൽ അനുയോജ്യമായ സാഹചര്യങ്ങളുള്ള ജില്ലയിൽ ഈ മേഖലയിലുള്ള വികസനം ഇപ്പോഴും തീണ്ടാപ്പാടകലെയാണ്. ബേക്കൽ വികസനം ഇപ്പോഴും അധികൃതരുടെ പടിക്ക് പുറത്ത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനുമുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഇന്നും അധികൃതർ മെല്ലെപ്പോക്ക് നയം തുടരുകയാണ്. വ്യവസായ മേഖലയിൽ ഇപ്പോഴും അവഗണന മാത്രം. മലയോര മേഖലയുടെ അവസ്ഥ ജില്ല രൂപീകൃതമായ കാലം തൊട്ട് ആധുനിക മാറ്റങ്ങൾക്ക് വിധേയമാകാതെ നിലനിൽക്കുന്നു. ഫയർ സ്റ്റേഷൻ, എക്സൈസ് ഓഫീസ്, സർക്കാർ കോളേജുകൾ ഇവയെല്ലാം വികസന സ്വപ്നങ്ങൾ മാത്രം. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കാസർഗോഡ് വികസന പദ്ധതികൾ എത്തിക്കാൻ ശ്രമം നടത്തുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് പറഞ്ഞു. കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യവും ഇവിടെ ഭരിച്ചിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ നമ്മെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധികളും വേണ്ടത്ര രീതിയിൽ ഇടപെടൽ നടത്താത്തതുകൊണ്ടാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിനും പരിഹാരം കാണാൻ സാധിക്കാത്തതും. കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളും ഉപ്പുവെള്ളം ഇന്നും കുടിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലും കുടിവെള്ള പ്രശ്നം, അതുപോലെ ഓരോ മേഖല എടുത്തു നോക്കിയാലും തികഞ്ഞ ഒരു വികസന ഇല്ലായ്മയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലറ ചില്ലറ വികസനം നടത്തുന്നതിനപ്പുറത്ത് ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഡോക്ടർ പ്രഭാകരൻ കമ്മീഷൻ 3 വർഷം മുമ്പേ കൊടുത്തിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്. അതിൽ സൂചിപ്പിക്കുന്നത് 11,000 കോടിയിലേറെ രൂപയുടെ വികസനം 5 വർഷം കൊണ്ട് വരണം എന്നുള്ളതാണ്. അപ്പം അത്രയും വികസനം ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ 11,000 കോടിയിൽ സംസ്ഥാന സർക്കാർ ഒരു 1000 കോടി രൂപ പോലും ഈ 3 വർഷമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇവിടുത്തെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം സംഗതികളാണ് വേണ്ടത് എന്ന റിപ്പോർട്ടുണ്ടായിട്ടും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ എൻഡോസൾഫാനിൻ്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ ചികിത്സയ്ക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്ല, ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില്ല. അപ്പം നബാർഡ് കൊടുത്തിട്ടുള്ള പണം കൊണ്ട് ഹോസ്പിറ്റൽ ബിൽഡിങ് കെട്ടേണ്ടതായിട്ടുള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ബിൽഡിംഗ്, ആ ബ്ലോക്ക് പോലും ഇന്ന് പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളത് എത്രമാത്രം ഈ ജില്ലയോട് അവഗണന കാണിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ രാഷ്ട്രീയത്തിനതീതമായിട്ട്
ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ, ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് BJP തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ APJ അബ്ദുൽ കലാം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ. അതിൻ്റെ ചെയർമാനാണ് ശ്രീ ഡോക്ടർ ജി മാധവൻ നായർ, ISROൻ്റെ മുൻ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിന് ഒരു കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ചുള്ളൊരു സമഗ്രമായിട്ടുള്ള പഠന റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് ജില്ലയുടെ വികസന ആവശ്യങ്ങളെ സംബന്ധിച്ച് ആ സംഘടനയുമായിട്ട് സഹകരിച്ച് BJP ഒരു കോർഡിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലും നടപ്പിലാക്കാനും ഇവിടുത്തെ യഥാർത്ഥ ഗുണഭോക്താവിനും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഹെൽപ്പ് ഡെസ്ക് BJP അടുത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. 5 നിയമസഭാ മണ്ഡലങ്ങളും 1 ലോകസഭാ മണ്ഡലവും ജില്ലയിലുണ്ട്. ഇവിടെയെല്ലാം അധികാരം കൈയാളുന്നവർ ജില്ലയുടെ വികസനത്തിനായി എന്തു ചെയ്തു? എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിലെ മറ്റു ജില്ലകൾക്ക് കിട്ടുന്ന പ്രാതിനിധ്യവും വികസനവും കാസർഗോഡിന് ലഭിക്കാത്തത്? ഉത്തരം പറയാൻ മാറി മാറി ഭരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും തയ്യാറാകണം. ജില്ലയുടെ വടക്കേയറ്റത്ത് വളർന്നുവരുന്ന BJPക്ക് സമ്മർദ്ദം ചെലുത്തി വികസന നേട്ടം കൊയ്യാനുള്ള ഭരണം കേന്ദ്രത്തിലുണ്ട്. ഈ ഭരണസ്വാധീനത്താൽ ജില്ലയുടെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് BJP നേതൃത്വം ഉണർന്നു ചിന്തിക്കണം. പ്രജ അർഹിക്കുന്ന പ്രജാപതി എന്ന വാക്യത്തെ അന്വർത്ഥമാക്കും വിധം കാസർഗോട്ടെ ജനങ്ങൾ തുടരുന്ന മൗനവും ഈ നാടിൻ്റെ മഞ്ചേശ്വരത്ത് 2 മാസം പ്രായമായ കുഞ്ഞിനെ പെട്രോൾ ഒഴിച്ചു കൊല്ലാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം സന്ധ്യ ഗ്യാരേജിനടുത്തുള്ള അബ്ദുള്ളയുടെ മകൻ ഖലീലാണ് പിടിയിലായത്. ഉദ്യാവരയിലെ അബ്ദുള്ളയുടെ മകൻ ഖലീലാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച പുലർച്ചെ മഞ്ചേശ്വരം ജംഗ്ഷനിൽ വെച്ച് SI അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ ക്രൂരത നടന്നത്. ഉദ്യാവര KJM റോഡിലെ രാഗം കുന്നിൽ അഷ്റഫ് ജുനൈദ ദമ്പതികളുടെ മകനായ 2 മാസം മാത്രം പ്രായമായ അസാൻ അഹമ്മദിനെയാണ് പ്രതി തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വൈകിട്ട് 4ഓടെ വീട്ടിലെത്തിയ പ്രതി കുട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുറിയിൽ കയറി കൈവശം കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മുറിയിലെത്തിയ പിതൃമാതാവ് സുബൈദ നിലവിളിച്ചുകൊണ്ട് കത്തുന്ന കിടക്കയിൽ നിന്നും കുഞ്ഞിനെ വാരിയെടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഇതിനിടയിൽ സുബൈദയ്ക്കും പൊള്ളലേറ്റു. ഓടിക്കൂടിയ നാട്ടുകാരാണ് കുഞ്ഞിനെയും സുബൈദയെയും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. 75% പൊള്ളലേറ്റ കുഞ്ഞ് അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതിയെ കണ്ടെത്താൻ പോലീസ് ഊർജിത അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ബുധനാഴ്ച പുലർച്ചെ പ്രതി പിടിയിലായത്. പ്രതിയെ കുമ്പള CI VV മനോജിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് കാരണമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജില്ലയിലെ മുഴുവൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും സർക്കാർ ആനുകൂല്യം നൽകണമെന്ന് DAPC ആവശ്യപ്പെട്ടു. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് DAPC കാസർഗോഡ് സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം KPCC പ്രസിഡന്റ് KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. എൻഡോസൾഫാൻ ലിസ്റ്റിലെ അപാകതകൾ പരിഹരിക്കുക, കാസർഗോഡ് മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തീകരിക്കുക, മെഡിക്കൽ ബോർഡിലെ തിരിമറികൾ അന്വേഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് DAPC സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിൽ നടന്ന സത്യാഗ്രഹം KPCC പ്രസിഡന്റ് KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ പരാതികൾ അതുപോലെ പരിഹരിച്ച് അവർക്കെല്ലാം ജോലി നൽകാൻ ആവശ്യമായ ഉത്തരവിട്ട സംഭവം ഞങ്ങൾ ഓർക്കുകയാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി അവസ്ഥ അനുഭവിക്കുന്ന ഈ ജനവിഭാഗത്തിന്റെ പ്രശ്നത്തിന് വളരെ ഗൗരവം നൽകി നമ്മുടെ കഴിഞ്ഞകാല ഗവൺമെന്റുകൾ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ദൗത്യം നമ്മുടെ ഈ സംഘടനയിലൂടെ പൂർത്തിയാക്കുക, അതോടൊപ്പം അവസ്ഥ അനുഭവിക്കുന്ന മറ്റു ജനവിഭാഗങ്ങളുമായി കൂടുതൽ അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അതിന് പരിഹാരം നേടാനുള്ള ശ്രമങ്ങൾ, അതിന് വേഗത കൂട്ടുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഇതിനകത്തുണ്ട്. DAPC ജില്ലാ പ്രസിഡന്റ് ശ്രീജയൻ ഉദമ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ മുഴുവൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും സർക്കാർ ആനുകൂല്യം നൽകണമെന്ന് DAPC ആവശ്യപ്പെട്ടു. പരിപാടിയിൽ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, DAPC സംസ്ഥാന പ്രസിഡന്റ് കൊറ്റമം വിമൽകുമാർ, സംസ്ഥാന സെക്രട്ടറി സലീം റാവുത്തർ, K ഖാലിദ്, സാജിദ് മൗവൽ, G നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ചിന്റെ 43ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ചിന്റെ 43ാം വാർഷിക സമ്മേളനം NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മേഖലയിൽ ഒട്ടേറെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റാണ് ഈ ഒരു വർഷക്കാലം ഭരിച്ചത്. ഞാനത് ഒരു ആലങ്കാരികമായിട്ട് പറയല്ല. നമ്മളുടെ എല്ലാ സമ്മേളനങ്ങളിലും നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് കേരളത്തിലെ സിവിൽ സർവീസിനെ തകർക്കുന്ന നടപടികളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സിവിൽ സർവീസിനെ തകർക്കുന്നത് വെറുതെ ഒരു സംസാരം മാത്രമല്ല. ഓരോ വകുപ്പുകളെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആ വകുപ്പിൽ ഞാൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പത്രം എടുത്തു വായിച്ചപ്പോൾ അതിലെനിക്ക് കണ്ടത്, ഇവിടെ ഇന്ന് ഒരു സിവിൽ സപ്ലൈസിലെ ഒരു മാനേജറെ സസ്പെൻഡ് ചെയ്യാൻ ഒരു ശുപാർശ നൽകിയിട്ടുണ്ട് ജില്ലാ ഓഫീസർ. വാതിൽപ്പടി വിതരണവുമായി ബന്ധപ്പെട്ടാണ് സസ്പെൻഷന് ഒരു ശുപാർശ നൽകിയിട്ടുള്ളത്. ബ്രാഞ്ച് പ്രസിഡന്റ് VM രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV രമേശൻ, V ദാമോദരൻ, ജയപ്രകാശ്, മുരളീധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു. കാസർഗോഡ് താളിപ്പടുപ്പിലെ ഭാരത് BD ജില്ലാ ഹെഡ് ഓഫീസ് മാനേജർ KS സുധീർ കുമാർ അന്തരിച്ചു. ഹൃദയസംബന്ധമായ രോഗത്തെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. താളിപ്പടുപ്പിലെ ഭാരത് BD കാസർഗോഡ് ഹെഡ് ഓഫീസ് മാനേജർ KS സുധീർ കുമാറാണ് ഹൃദ്രോഗത്തെ തുടർന്ന് അന്തരിച്ചത്. കേളുകുടെ ശിവമയി നിവാസിലാണ് താമസം. ബീരന്ത് വയലിലെ ശിവരാമ പ്രേമ ദമ്പതികളുടെ മകനാണ്. ഭാര്യ പുഷ്പ. KS അർജുൻ, KS അജയ് എന്നിവർ മക്കളാണ്. കമലാക്ഷ, പ്രദീപ, പ്രകാശ്, പുഷ്പവേണി, കവിത എന്നിവർ സഹോദരങ്ങളാണ്. കേരള സർക്കാർ സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ യൂണിഫോം വിതരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള യൂണിഫോം വിതരണ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്നു. ഹർഷാദ് വർക്കാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതൊരു ദ്വിമുഖ ലക്ഷ്യമാണ്. ഒന്ന്, നമ്മുടെ കുട്ടികൾക്ക് കൈത്തറി വസ്ത്രത്തിൻ്റെ നല്ല മെസ്സേജ് കൈമാറുക. അതോടൊപ്പം നമ്മുടെ സംഘങ്ങൾക്ക്, തൊഴിലാളി സുഹൃത്തുക്കൾക്ക് കുറെ കൂടി തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാനും ഏറെ സബ്സിഡി ഇനത്തിലൊക്കെ ഇനിയും ഒരുപാട് ഫണ്ടുകൾ ലഭ്യമാകാൻ ബാക്കിയുള്ള സൊസൈറ്റികളൊക്കെ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്കൂൾ കുട്ടികൾക്ക് മുഴുവനാക്കി സൗജന്യമല്ലെങ്കിലും ഒരു സബ്സിഡി നിരക്കിലെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ആ ഒരു തീരുമാനങ്ങളെടുത്ത് ഈ ഒരു ലക്ഷ്യം കുറെ കൂടി വൈപുല്യപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നു. ആ നിലയിലേക്ക് കൂടി ചിന്തിക്കാൻ സർക്കാരിനാവട്ടെ എന്ന് ഇപ്പോൾ പ്രത്യാശിക്കാം. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് കുമാർ കൈത്തറി യൂണിഫോം ഏറ്റുവാങ്ങി. സ്കൂൾ യൂണിഫോം വിതരണത്തിന്റെ സംസ്ഥാനതല ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ വെച്ച് നടന്നിരുന്നു. ചടങ്ങിൽ KP സഹദേവൻ, VB കൃഷ്ണകുമാർ, M രാമചന്ദ്രൻ, P ചന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പ്രശസ്ത സാഹിത്യകാരനും ചലച്ചിത്ര സംവിധായകനുമായ പത്മരാജന്റെ സ്മരണയ്ക്കായി കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ഫോട്ടോ പ്രദർശനം ഒരുക്കി. പത്മരാജന്റെ ചലച്ചിത്രങ്ങളെക്കുറിച്ചും സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചുമുള്ള പ്രദർശനം ആസ്വാദകർക്ക് നവ്യാനുഭവം പകർന്നു. പ്രശസ്ത സാഹിത്യകാരനും ചലച്ചിത്ര സംവിധായകനുമായ പത്മരാജന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഫോട്ടോ പ്രദർശനം അദ്ദേഹത്തിന് ആദരമായി മാറി. പത്മരാജന്റെ ചലച്ചിത്രങ്ങളെക്കുറിച്ചും സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചുമുള്ള പ്രദർശനമായിരുന്നു ആർട്ട് ഗാലറിയിൽ ഒരുങ്ങിയത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ MC വസിഷ്ഠനാണ് പ്രദർശനമൊരുക്കിയത്. പത്മരാജന്റെ 36 ചിത്രങ്ങൾ, സാഹിത്യ സൃഷ്ടികൾ, പത്മരാജന് ലഭിച്ച അവാർഡുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി. പ്രദർശനം ചിത്രകാരൻ അശോകൻ ചിത്രലേഖ ഉദ്ഘാടനം ചെയ്തു. PU അരവിന്ദാക്ഷൻ, A നവനീത കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 23 മുതൽ 26 വരെയാണ് പ്രദർശനം നടക്കുന്നത്. നീലേശ്വരം പേരോലിലെ മത്സ്യ മാർക്കറ്റിന് KTDCയുടെ വൈൻ ആൻഡ് ബിയർ പാർലർ നീലേശ്വരം നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി. നീലേശ്വരം നഗരസഭയുടെ കീഴിൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന പേരോലിലെ മത്സ്യ മാർക്കറ്റ് കെട്ടിടമാണ് KTDCക്ക് വാടകയ്ക്ക് നൽകാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായത്. കെട്ടിടത്തിൽ ഫാമിലി റെസ്റ്റോറൻറ്റ് കം വൈൻ ആൻഡ് ബിയർ പാർലർ തുടങ്ങാൻ അനുമതി വേണമെന്ന് കാണിച്ച് KTDC മാനേജർ നൽകിയ കത്തിന്മേലാണ് കൗൺസിൽ യോഗം അനുകൂല തീരുമാനമെടുത്തത്. ഐക്യകണ്ഠേനയാണ് കൗൺസിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. നേരത്തെ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയ ശേഷമാണ് വിഷയം കൗൺസിലിൽ ചർച്ചയ്ക്ക് വന്നത്. അജണ്ട വായിച്ചതോടെ വിഷയത്തിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ വിശദീകരണം നൽകി.
നഗരസഭയ്ക്ക് വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാര്യമായ പ്രയാസങ്ങൾ ഇത് കാരണം ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ ഇവിടം രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണെന്നും പുതിയ സംരംഭത്തിലൂടെ ഇതിന് പരിഹാരമാകുമെന്നും തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. തുടർന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച അംഗങ്ങളിൽ 16-ാം വാർഡ് തട്ടാശ്ശേരി കൗൺസിലർ KP കരുണാകരൻ മാത്രമാണ് ബിയർ പാർലർ വരുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. പ്രതിപക്ഷ കക്ഷി നേതാവ് ഇറവാട്ട് മോഹനാകട്ടെ പുതിയ സംരംഭം വരുന്നതിനൊപ്പം പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ കൂടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഭൂരിഭാഗം കൗൺസിലർമാരും അനുകൂലമായി സംസാരിച്ചതോടെ കാര്യമായ എതിർപ്പുകളില്ലാതെ മത്സ്യമാർക്കറ്റ് കെട്ടിടത്തിൽ ബിയർ ആൻഡ് വൈൻ പാർലർ തുടങ്ങുന്നതിന് കൗൺസിൽ അംഗീകാരം നൽകി. ഹോസ്ദുർഗ് പോലീസ് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീ സുരക്ഷാ സെമിനാർ സംഘടിപ്പിച്ചു. അയങ്ങോത്ത് മുനിസിപ്പൽ വായനശാലയിൽ വെച്ചായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് പോലീസ് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീ സുരക്ഷാ സെമിനാർ അയങ്ങോത്ത് മുനിസിപ്പൽ വായനശാലയിൽ വെച്ചായിരുന്നു നടന്നത്. പോലീസ് ഇൻസ്പെക്ടർ CK സുനിൽകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സബ് ഇൻസ്പെക്ടർ A സന്തോഷ് കുമാർ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N ഉണ്ണികൃഷ്ണൻ, കൗൺസിലർ ഗീത, മുൻ കൗൺസിലർ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ സുരക്ഷയും പൊതുസമൂഹവും എന്ന വിഷയത്തിൽ കവയിത്രി CP ശുഭയും, പൊതുസമൂഹവും ജനമൈത്രി സംവിധാനവും എന്ന വിഷയത്തിൽ പോലീസ് ഇൻസ്പെക്ടർ CK സുനിൽകുമാറും ക്ലാസ് എടുത്തു. കേരള സംസ്ഥാന എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു ഏകദിന ശില്പശാല നടന്നത്. കേരള സംസ്ഥാന എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ശില്പശാല RDO ഡോക്ടർ PK ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. തെറ്റുകുറ്റം കൂടാതെ തന്നെ അർപ്പിതമായ കർത്തവ്യം നിർവഹിക്കുക എന്നുള്ളത് നിയമത്തിന് കാവൽ പിടിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എപ്പോഴും സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. ഔദ്യോഗിക ജീവിതത്തിൽ മേലുദ്യോഗസ്ഥർ നൽകുന്ന പിന്തുണയും നിയമത്തെ സത്യസന്ധമായി വ്യാഖ്യാനിക്കാനുള്ള പ്രാപ്തിയും സമൂഹത്തോട് ന്യായമായി പെരുമാറാനുള്ള സന്നദ്ധതയും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നിയമം നടപ്പിലാക്കുന്നതിൽ ആരെയും ഭയക്കേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം. KSCSA ജില്ലാ പ്രസിഡന്റ് NG രഘുനാഥൻ അധ്യക്ഷനായി. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ NS സുരേഷ്, M അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. DVSP K ദാമോദരൻ, P ജയരാജ്, സജിത് പാലേരി, MK വിനോദ് കുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിലായി ക്ലാസുകൾ കൈകാര്യം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർഗീയ മാഫിയ സംഘത്തിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കണമെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം ബിനോയ് വിശ്വം. ജില്ലാ രൂപീകരണ ദിനത്തിന്റെ വാർഷിക ദിനത്തിൽ CPI കാസർഗോഡ് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വികസന മുരടിപ്പിന്റെ 33 വർഷം പിന്നിട്ട് കാസർഗോഡ് ജില്ല. ജില്ല രൂപീകൃതമായിട്ട് 33 വർഷം പൂർത്തിയായിട്ടും അധികൃതരുടെ അവഗണന തുടരുന്നു. വികസനം കൊതിച്ച് തുളുനാടിന്റെ കാത്തിരിപ്പ്. മഞ്ചേശ്വരത്ത് 2 മാസം പ്രായമായ കുഞ്ഞിനെ പെട്രോൾ ഒഴിച്ചു കൊല്ലാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് പിടികൂടി. മഞ്ചേശ്വരം മുദ്യാവരയിലെ ഗലിയിലാണ് പിടിയിലായത്. ജില്ലയിലെ മുഴുവൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും സർക്കാർ ആനുകൂല്യം നൽകണമെന്ന് DAPC. ദുരിതബാധിതരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് DAPCയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സത്യാഗ്രഹ സമരം. പ്രശസ്ത സാഹിത്യകാരനും ചലച്ചിത്ര സംവിധായകനുമായ പത്മരാജന്റെ സ്മരണയ്ക്കായി കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ഫോട്ടോ പ്രദർശനം. ആസ്വാദകർക്ക് നവ്യാനുഭവം പകർന്ന് പ്രദർശനത്തിൽ പത്മരാജന്റെ വേറിട്ട സൃഷ്ടികളും ചലച്ചിത്ര വിവരണവും. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.